Welcome to a new session. Today we are discussing PERT. PERT എന്ന് പറയുന്നത് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കിൻ്റെ ഷോർട്ട് ഫോം ആണ്. ആക്ച്വലി ഇറ്റ് ഈസ് എ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ടൂൾ ആൻഡ് ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ഷെഡ്യൂളിംഗ്, ഓർഗനൈസിങ് ആൻഡ് കോർഡിനേറ്റിംഗ് ടാസ്ക് വിത്തിൻ എ പ്രോജക്റ്റ്. ഇതൊരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ടൂളാണ്. ഷെഡ്യൂൾ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും അതുപോലെ കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഇതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതിൽ ബേസിക്കലി ഒരു 6 സ്റ്റെപ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് നമുക്ക് അറിയുന്ന പോലെ തന്നെ ഐഡൻറ്റിഫൈയിങ് സ്പെസിഫിക് ആക്ടിവിറ്റി ആൻഡ് മൈൽ സ്റ്റോൺ. നമുക്ക് ആക്ടിവിറ്റിയും മൈൽ സ്റ്റോൺ എന്താണെന്ന് അറിയാം, അത് സ്പെസിഫൈ ചെയ്യുക. അതിൻ്റെ സീക്വൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക. കൺസ്ട്രക്ട് എ നെറ്റ്വർക്ക് ഡയഗ്രാം. എസ്റ്റിമേറ്റിംഗ് ടൈം റിക്വയർഡ്. അത് നമ്മൾ PERT ടൈമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല വെച്ച് ചെയ്യും. അത് കഴിഞ്ഞ് ഡിറ്റർമൈനിങ് ദ ക്രിട്ടിക്കൽ പാത്ത്. നമുക്ക് ജനറലി പറയാൻ പറ്റുന്നത് ക്രിട്ടിക്കൽ പാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ്ങസ്റ്റ് പാത്ത് ദാറ്റ് ഈസ് പോസിബിൾ വിത്തിൻ യുവർ പ്ലാൻഡ് ആക്ടിവിറ്റി എന്നാണ് അതിനെ പറയുന്നത്. അപ്പം ലോങ്ങസ്റ്റ് പാത്തിന് നമുക്ക് സിമ്പിളായിട്ട് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയാം. അതുപോലെ തന്നെ 6th സ്റ്റെപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ദ PERT ചാർട്ട് ആസ് ദ പ്രോജക്റ്റ് പ്രോഗ്രസ്സസ്. പ്രോജക്റ്റ് പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ PERT ചാർട്ട്, പിക്ചർ റെപ്രസെൻറ്റേഷൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓൾമോസ്റ്റ് 6 സ്റ്റെപ്സാണ് PERT ഇവാലുവേഷൻ ടെക്നിക്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ വി വിൽ ഡിസ്കസ് വൺ ബൈ വൺ. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിഫൈനിങ് ആക്ടിവിറ്റി ആൻഡ് ഇവൻറ്റ്. സർക്കിളിൽ പറയുന്ന കാര്യങ്ങളല്ല ഇവൻറ്റും, അതിൻ്റെ ഇടയ്ക്കുള്ളതിനെ ആക്ടിവിറ്റി എന്നും പറയും. അപ്പോൾ ഡെഫിനിഷൻ എന്ന് പറയുമ്പം ആൻ ഇവൻറ്റ് ഈസ് എ സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈം ഇൻഡിക്കേറ്റിംഗ് ദ ബിഗിനിങ് ഓർ എൻഡ് ഓഫ് വൺ ഓർ മോർ ആക്ടിവിറ്റീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഇവൻറ്റ്, എന്തൊക്കെയാണ് ആക്ടിവിറ്റി എന്നാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇവൻറ്റിൻ്റെയും ആക്ടിവിറ്റിയുടെയും സീക്വൻസ്, ഏത് സീക്വൻസിലാണ് അത് നടക്കുന്നതെന്ന് എഴുതുന്നതാണ്. അതിനെ 1, 2, 3 എന്നൊക്കെ കാണിക്കുന്ന ഇവൻറ്റും അതിൻ്റെ അകത്ത് ഉള്ള ആക്ടിവിറ്റി എത്ര ടൈം എടുത്തിട്ടാണ് ടി വാല്യൂ = 4, 2 എന്നൊക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്തമാറ്റിക്കലി ഡിറ്റർമൈൻ ആയിട്ടുള്ള വാല്യൂ ആണ്. ഇനി കൺസ്ട്രക്ട് നെറ്റ്വർക്ക് ഡയഗ്രാം. നേരത്തെ കണ്ട പോലെ തന്നെ എങ്ങോട്ടാണ് ആക്ടിവിറ്റി നടക്കുന്നത്, അതിലെ ടൈം വാല്യൂ മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഇമേജ് റെപ്രസെൻറ്റേഷൻ ആണ്. ഇനി ഞാൻ പറഞ്ഞു ടൈം റെപ്രസെൻറ്റ് ചെയ്യുമെന്ന്. അതിൽ PERT ടൈം മെത്തേഡ് TE കണ്ടുപിടിക്കുന്ന ഫോർമുലയാണിത്. T0 + 4TM + TP/6. ഇത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ നേരത്തെ ഇവൻറ്റും ആക്ടിവിറ്റിയൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുമ്പം നടുക്ക് ആരോ മാർക്കിൻ്റെ അവിടെ ഒരു വാല്യൂ കാണുന്നുണ്ടല്ലോ, ആ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ പെർട്ടിക്കുലർ ഫോർമുല വെച്ചിട്ടാണ്. ഇതിൽ T0 എന്ന് വെച്ചാൽ ഒപ്റ്റിമിസ്റ്റിക് ടൈമും TM എന്ന് വെച്ചാൽ ടൈം എസ്റ്റിമേറ്റും TP എന്ന് പറയുന്ന പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റുമാണ്. അപ്പോൾ ഇതിൻ്റെ 3 വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ PERT ടൈം. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ടി വാല്യൂ കണ്ടുപിടിക്കുന്നത്. അതുപോലെ ഇവൻറ്റും ആക്ടിവിറ്റിയുടെയും ഇടയ്ക്ക് നമ്മളൊരു നമ്പർ എഴുതുന്നത് ഈ TE വാല്യൂ ഈ പെർട്ടിക്കുലർ ഫോർമുല വെച്ച് കണ്ടുപിടിക്കുന്ന ആ വാല്യൂ ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കമ്മിങ് ടു ദ ഫിഫ്ത്ത് സ്റ്റെപ്പിൽ ഡിറ്റർമൈനിങ് ദ ക്രിട്ടിക്കൽ പാത്ത് എന്നാണ് പറയുന്നത്. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് പാത്ത് ഇൻ ദ പ്രോജക്റ്റ് നെറ്റ്വർക്കാണ്. ആക്ടിവിറ്റീസ് ഇൻ ദ ക്രിട്ടിക്കൽ പാത്ത് ഹാവ് ആൻ എഫക്റ്റ് ഓൺ ദ ഡെഡ് ലൈൻ ഓഫ് ദ പ്രോജക്റ്റ്. അതായത് ഇഫ് ആക്ടിവിറ്റി ഈസ് ഡിലേഡ് ദ പ്രോജക്റ്റ് ഈസ് ഡിലേഡ് എന്നാണ് എൻ്റെ അർത്ഥം. കാരണം ആക്ടിവിറ്റിയും പ്രോജക്റ്റും ഹാവിങ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു അപ്ഡേറ്റ് ദ PERT ചാർട്ട് വിത്ത് റെസ്പെക്ട് ടു ദ പ്രോജക്റ്റ് പ്രോഗ്രഷൻ. ഈ ഒരു സ്റ്റെപ്പിൽ PERT ചാർട്ട് അപ്ഡേഷൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രോജക്റ്റിൻ്റെ ടൈമിനനുസരിച്ച് മാറ്റിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഓൾവേസ് PERT ചാർട്ട് ഈസ് അപ്ഡേറ്റിംഗ് ചാർട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. നേരത്തെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ്ങസ്റ്റ് പാത്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതെങ്ങനെയാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സ്റ്റെപ്പിൽ കാണിക്കുന്നത്. അതിൽ 1 മെത്തേഡ് എന്ന് വെച്ചാൽ EOTയും 2nd മെത്തേഡ് എന്ന് വെച്ചാൽ LOTയും ആണ്. EOT എന്ന് വെച്ചാൽ ഏർലി എക്സ്പെക്റ്റഡ് ടൈം ഓഫ് ഒക്കറൻസ് ഓഫ് ഇവൻറ്റും LOT എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് അലവബിൾ ടൈം ഓഫ് ഒക്കറൻസ് ഓഫ് ഇവൻ്റ് എന്നാണ് പറയുന്നത്. ഇതിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് സർക്കിൾ ഷേപ്പിലാണ്. സർക്കിളിനെ നമ്മൾ 2ആയിട്ട് സെമി സർക്കിളായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ലോവസ്റ്റ് സെമി സർക്കിളിനെ 2 സബ് ഡിവിഷനായിട്ട് മാറ്റും. അതിൽ ലെഫ്റ്റ് സൈഡ് EOTയും റൈറ്റ് സൈഡിന് LOTയും ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിന് നമ്പർ വാല്യൂ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ LOTയും EOTയും എഴുതിയിരിക്കുന്ന സ്ഥലത്ത് നമ്മളൊരു നമ്പർ റെപ്രസെൻറ്റേഷനാണ് കൊടുക്കുന്നത് ബേസ്ഡ് ഓൺ ദ ഇവൻറ്റ്സ് ആൻഡ് ആക്ടിവിറ്റി കണ്ടീഷൻസ് ഗിവൺ ഇൻ എ ക്വസ്റ്റ്യൻ. ഇനി ഒരു സാമ്പിൾ ചാർട്ട് വെച്ചിട്ട് എങ്ങനെയാണ് PERT ടൈം റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഈ റെഡിൽ കാണുന്ന സാധനം. എന്ന് വെച്ചാൽ 5, 8, 8.6 എന്നൊക്കെ കാണുന്നത് PERT ടൈമാണ്. ഇപ്പോൾ T0, TM, TP ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിൽ നിന്നാണ് നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പോൾ ഇതിനാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഒരു സാമ്പിൾ വെച്ചിട്ട് ജസ്റ്റ് കാണിച്ചിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് നെറ്റ്വർക്ക് ഡയഗ്രാമിലേക്ക് നോക്കാം. അതൊരു വേറൊരു പ്രോബ്ലമാണ്. നമുക്ക് സാധാരണ TE വാല്യൂ ഇപ്പോൾ 5, 8 എന്നൊക്കെ പറയുന്ന പോലെ ഒരു TE വാല്യൂ നമുക്ക് ഉണ്ടെങ്കിൽ നെറ്റ്വർക്ക് ഡയഗ്രാം നമുക്കിപ്പോൾ കാണുന്ന പോലെ റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞ് കാണുന്നതാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ. ഇപ്പോൾ 13 എന്നുള്ളത് 15 എന്നുള്ളതൊക്കെ കാണുന്നത് ഡ്യൂറേഷനാണ്, അതായത് PERT ടൈമാണ്. അത് നേരത്തെ കണ്ട പോലെ TM ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ്. സപ്പോസ് നമുക്കൊരു നെറ്റ്വർക്ക് ഡയഗ്രാം ഉണ്ടെങ്കിൽ നമുക്കറിയാം EOTയും LOTയും കണ്ടുപിടിക്കണം എന്നുള്ളത്. അപ്പോൾ നെറ്റ്വർക്ക് ഡയഗ്രാമിൽ തന്നെ EOT, LOT കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു
ഇവൻ്റ് ഉണ്ടെങ്കിൽ ഇവൻറ്റിൻ്റെ ലോവർ സെമി സർക്കിളായിട്ടിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ LOTയും EOTയും ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഈ ഒരു ഇമേജിൽ റെഡ് കളറിൽ കാണിക്കുന്നതെല്ലാം EOT വാല്യൂ ആണ്. അത് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബോട്ടം സെമി സർക്കിളിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെല്ലാം EOT ആണ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇവൻറ്റ് നോക്കിയാണ്, ഫസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്ന 1 എന്ന് എഴുതിയിരിക്കുന്ന ഇവൻറ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ EOT വാല്യൂ എപ്പോഴും നമ്മൾ തുടക്കത്തിൽ EOT വാല്യൂ 0 എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, ഇനി സെക്കൻഡ് ഇവൻറ്റിലേക്ക് നമ്മൾ നോക്കുകയാണ്. ഈ സെക്കൻഡ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ 2 എന്ന് എഴുതി വട്ടമിട്ട് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ EOT വാല്യൂ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഇവൻറ്റിൻ്റെ 0, റെഡിൽ കാണുന്ന 0 പ്ലസ് അതിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ 0 + 13 = 13 എന്ന് വരുന്നു. 13 ആണ് സെക്കൻഡ് ഇവൻറ്റിൻ്റെ താഴെ എഴുതുന്ന 13 എന്ന് റെഡിൽ കാണിച്ചിരിക്കുന്നത്. സിമിലർലി തേർഡ് ഇവൻറ്റിൽ നമ്മൾ EOT എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവൻറ്റിൻ്റെ വാല്യൂ EOT വാല്യൂ 0 പ്ലസ് അതിൻ്റെ ഡ്യൂറേഷൻ കാണിക്കുന്നത് 12 ആണ്. അപ്പോൾ 0 + 12 = 12 എന്ന് വരും. അപ്പോൾ 1ഉം 2ഉം 3 ഇവൻറ്റും ഓക്കെയാണ്. പക്ഷേ ഫോർത്ത് ഇവൻറ്റ് നോക്കുമ്പോൾ എന്ത് പറ്റും? അതിൽ 2 ആരോ മാർക്കാണ് ഫോർത്ത് ഇവൻറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ ഫിഫ്ത്ത് ഇവൻറ്റ് നോക്കുമ്പോൾ 2 ആരോ മാർക്കാണ് വരുന്നത്. അപ്പോൾ ഫോർത്ത് ഇവൻറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ഫസ്റ്റ് നോക്കാം. ഇതിൽ നമ്മൾ EOT വാല്യൂ ആണെങ്കിൽ എപ്പോഴും കമ്പയർ ചെയ്തിട്ട് ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് നോക്കുന്നത്. ലൈക്ക് ഫോർത്ത് എക്സാമ്പിൾ നോക്കാം. അതിൽ ഫസ്റ്റ് കേസ് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് 3ഉം 4ഉം കൺസിഡർ ചെയ്യാം, അതുപോലെ തന്നെ 2ഉം 4ഉം കൺസിഡർ ചെയ്യാം. 2 പാത്താണുള്ളത്. അപ്പോൾ ഫസ്റ്റ് 3ഉം 4ഉം കൺസിഡർ ചെയ്തിട്ട് നോക്കുമ്പം എന്താണ് EOT വാല്യൂ വരുന്നത്? 12 + 8 ആണ്. അപ്പോൾ 20 ആണ് ഒരു പോസിബിലിറ്റി. ഇനി 2ഉം 4ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 13 + 2 അപ്പോൾ 15 ആണ്. അപ്പോൾ 20 ആണോ 15 ആണോ ഏറ്റവും കൂടുതലെന്ന് നോക്കുക. എന്നിട്ട് ആ കൂടുതലായിട്ടുള്ള വാല്യൂ ആണ് EOT വാല്യൂ ഫോർത്ത് ഇവൻ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ 20 ആണ് നമ്മൾ ഫോർത്ത് ഇവൻറ്റിൽ EOT വാല്യൂ. സിമിലർലി ഫിഫ്ത്ത് ഇവൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 2 പാസേജ് ഉണ്ട്. 2 to 5 നോക്കാം, 4 to 5 എടുക്കാം. അതിൽ ഏറ്റവും കൂടുതൽ ഏതാണോ അത് നമ്മൾ എടുക്കും. അപ്പം നമ്മൾ 2 to 5 നോക്കുമ്പം എന്താണ് എൻ്റെ പോസിബിലിറ്റി? 13 + 15 28 ആണ് ഒരു പോസിബിലിറ്റി. പിന്നെ 4 to 5 എടുക്കുമ്പോൾ ഉള്ള പോസിബിലിറ്റി എന്താണ്? 20 + 2 22 ആണ്. അപ്പോൾ 28ഉം 22 ഉണ്ട്. സോ ഗ്രേറ്റസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യും. സോ 28 ഈസ് ദ EOT വാല്യൂ ഇൻ ദിസ് കേസ്. അപ്പം എങ്ങനെയാണെങ്കിലും ഗ്രേറ്റസ്റ്റ് വാല്യൂ ആണ് EOTയിൽ കൺസിഡർ ചെയ്യേണ്ടത്. ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ വാല്യൂ നമുക്ക് പ്ലസ് ചെയ്ത് പോയാൽ മതി. ഒരു ഇവൻറ്റിലേക്ക് 2 ബ്രാഞ്ചസ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഹയസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാല്യൂ ആയിരിക്കും നമ്മൾ EOT ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. Now we will discuss what is LOT, latest allowable time of occurrence of event. ഇത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ കളറിലാണ്. ലോവർ റൈറ്റ് സൈഡ് ഓഫ് ദ സെമി സർക്കിൾ ആണ് LOT ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇത് ബാക്ക് കാൽക്കുലേഷൻ ആണ്. കൺസിഡർ ദ ഫസ്റ്റ് ഇവൻറ്റ് കൺസിഡർ ചെയ്യുമ്പം സെക്കൻഡ് ഇവൻറ്റിലെ റെഡിൽ കാണിച്ചിരിക്കുന്ന EOT വാല്യൂ മൈനസ് അതിൻ്റെ ഡ്യൂറേഷനാണ് ഫസ്റ്റ് ഇവൻറ്റിൻ്റെ LOT വാല്യൂ. അതായത് ഫസ്റ്റ് ഇവൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പം റെഡിൽ കാണിച്ചിരിക്കുന്ന 13 മൈനസ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ 0 ആണ് ഈ ഒരു കേസിലെ LOT വാല്യൂ. ഓക്കെ, അതാണ് ഗ്രീനിൽ കാണിച്ചിരിക്കുന്ന റൈറ്റ് സൈഡ് ഓഫ് ദ ലോവർ സെമി സർക്കിളിൽ കാണിക്കുന്നത് LOT വാല്യൂ ആണ്. ഇനി കൺസിഡർ ദ സെക്കൻഡ് ഇവൻറ്റ് ഇത് ബാക്ക് കാൽക്കുലേഷൻ ആണെന്ന് പറഞ്ഞു. സെക്കൻഡ് ഇവൻറ്റിൽ നമുക്ക് 2 ബ്രാഞ്ചസ് ആണുള്ളത്. 5ൽ നിന്നുള്ള ബാക്കും അതുപോലെ തന്നെ 4ൽ നിന്നുള്ള ബാക്ക് ആയിട്ടുള്ള ലൈനുമാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മളെപ്പോഴും ഇതും കമ്പയർ ചെയ്യേണ്ടി വരും. LOT ബാക്ക് കാൽക്കുലേഷൻ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യേണ്ടി വരുന്നത്. ഇനി 4ഉം 2ഉം തമ്മിലുള്ള ഇവൻറ്റ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് LOT കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 4 to 2 വരുന്ന കണ്ടീഷനിൽ 20 - 2 ആണ് ഫസ്റ്റ് പോസിബിലിറ്റി. അപ്പം എത്രയാണ് വരുന്നത്? 18 ആണ് ഒരു പോസിബിലിറ്റി. ഇനി 5 ഇവൻറ്റും സെക്കൻഡ് ഇവൻറ്റും കൂടെ കമ്പയർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ LOT എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? റെഡിൽ കാണിക്കുന്ന 28 മൈനസ് അതിൻ്റെ ഡ്യൂറേഷൻ. അപ്പം 28 - 15 = 13. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് ലോവസ്റ്റ് ഏതാണോ അതായിരിക്കും നമ്മൾ LOT ആയിട്ട് എടുക്കുന്നത്. സോ ദ സെക്കൻഡ് കേസിലെ LOT വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 13 ആണ്. ആ ഗ്രീനിൽ കാണുന്ന 13 വന്ന മെത്തേഡാണ് ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്തത്. സിമിലർലി ഫോർ ഇവൻറ്റ് 3 ആൻഡ് ഇവൻറ്റ് 4 ദ LOT വാല്യൂസ് ആർ 18 and 26. സോ ഈ രീതിയിലാണ് LOT കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമുക്കിപ്പോൾ LOTയും EOT വാല്യൂ ഉണ്ടെങ്കിൽ ഒരു ടേമും കൂടെ നമുക്ക് പുതുതായിട്ട് പഠിക്കേണ്ടതുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ LOT ആൻഡ് EOT വാല്യൂ. ഇപ്പോൾ കാണുന്ന ഒരു സാമ്പിൾ കാൽക്കുലേഷനാണ്. നമ്മളിപ്പോൾ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുന്നു. നെറ്റ്വർക്ക് ഡയഗ്രാമിൽ തന്നെ ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു PERT മെത്തേഡ് വെച്ചിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം LOT വാല്യൂ EOT വാല്യൂ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് വി ക്യാൻ ഡിറ്റർമൈൻ ദ സ്റ്റാക്ക് വാല്യൂ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ LOT - EOT വാല്യൂ. സോ ദിസ് ഈസ് ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.